പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസത്തിൻ്റെ അന്ത്യത്തിൽ അന്ന് സംഭവിച്ച എന്തിനും ഏതിനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മടിത്തട്ടിലേക്ക് ശിരസ് ചായച്ചു വെക്കുന്നത് പോലെ ഉറങ്ങാൻ പോവുക. അങ്ങനെ പോകുമ്പോൾ ആ സുഖനിദ്ര നമ്മെ വന്ന് തലോടും. ഒരു ഗ്രേറ്റ്ഫുൾ ഹാർട്ട് പോലെ സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള പില്ലോ വേറെയില്ല. നന്ദി നിറഞ്ഞ ഹൃദയമാണ് ഏറ്റവും നനുത്ത കിടക്കയും നനുത്ത പില്ലോയും. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നന്ദി പറയാം. ഇനി മരണം വരുന്ന നേരത്ത് പോലും വലിയ മനുഷ്യരൊക്കെ നന്ദി പറഞ്ഞിട്ടാണ് ഈ ലോകത്തിൽ നിന്നും അങ്ങേ ലോകത്തിലേക്ക് യാത്രയായിട്ടുള്ളത്. ക്രിസ്തു തന്നെ കുരിശിൽ കിടന്നുകൊണ്ട് നിഷ്ഠുരമായ പീഡകൾക്കൊടുവിൽ എന്താ പറയുക, എത്തലസ്തായി. അതൊരു നന്ദിയല്ലേ? ദൈവമേ വിജയിപ്പിച്ചു, കടങ്ങളെല്ലാം വീട്ടി തീർത്തു. മറ്റൊരർത്ഥത്തിൽ നന്ദി ദൈവമേ, നീ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ നന്ദി. ദൈവമേ, കടങ്ങളൊക്കെ വീട്ടി തീർത്തതിൽ നന്ദി. ജോൺ ഓഫ് ദ ക്രോസ് മരിക്കാൻ നേരത്ത് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ടാണ് പൂക്കൾ സുന്ദരമായ പൂക്കൾ. അതായത് ജീവിതത്തിലുടനീളം ദൈവം പൂക്കൾ വിരിയിച്ചു വെച്ചിരുന്നു. എത്ര പീഡകൾ സഹിച്ചൊരു മനുഷ്യനാണിത് പറയുന്നത് എന്ന് ഓർക്കണം. ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് പൂക്കൾ മാത്രമാണ്. കൃതജ്ഞതയോടെ അയാൾ പറഞ്ഞു, നന്ദി ദൈവമേ.